ഇന്നെങ്ങനെയാണ് ജീവിത വരുമാനങ്ങൾ? ജീവിത വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വീട് പണിക്ക് വേണ്ടി, കാരണം അത് പ്ലാസ്റ്റർ ചെയ്തിട്ട് അത്രയും നാളത്തെ നമ്മൾ കല്ലിട്ടതും ആ നല്ല തേക്കൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള തേക്കിട്ട് അത് പൊടിഞ്ഞു പോകുമല്ലോ, കുറെ നാളിട്ടേക്കെന്ന് പറഞ്ഞു, ഒരു 1.5 വർഷത്തോളം ആവുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എനിക്ക് ഇതെന്തായാലും പ്ലാസ്റ്റർ ചെയ്ത് തരണം, വേറെ ഒന്നുമല്ല, എനിക്ക് അത് തയ്ച്ചിട്ട കുറച്ച് ആള് ആദ്യമേ മരിച്ചിട്ട് അതിനകത്ത് ഞാൻ പറയാൻ മറന്നു, ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു 2ാം നില. അത് എന്റെ കുറച്ച് സുഹൃത്ത് ചേർന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളമെല്ലാം ഒഴിച്ച് പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടത് എനിക്കിതൊന്ന് പൂശി കിട്ടണം. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് സിമെന്റ് മണ്ണ് എല്ലാം എടുത്തു തന്നു, പകുതി പൂശി. വേറെ ആൾക്ക് ഗൾഫിലുള്ള 2 പേര് വന്നിട്ട് മെയിനായിട്ടൊരാൾ നിന്നിട്ട് പകുതി പ്ലാസ്റ്റർ ചെയ്ത് തന്നു. ഇനി എനിക്ക് ഹോളും വീടിന്റെ വെളിയിലും കൂടെ പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്, കാരണം എല്ലാവരും പലരും പൈസ എങ്ങനെയൊക്കെ തരുന്നതല്ലേ. അങ്ങനെ പ്ലാസ്റ്റർ പഴുത് ഇത്ര നിൽക്കുകയാണ്. എനിക്ക് സഹായം ആവശ്യമാണ് തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പൊ വീടെന്ന് പറയുന്നത് എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞോ? വേണ്ട, ഒരു സഹതാപമായിട്ട് കാണല്ലേ? ഇല്ല, എനിക്ക് ആ വീട് പണിയൊന്ന് പൂർത്തിയാക്കണം. സത്യം പറഞ്ഞാൽ അത് 2200 സ്ക്വയർ ഫീറ്റ് വീടാണ്, 5 ബെഡ്റൂം, 2 അടുക്കള, ഡൈനിങ് ഹാൾ സെപ്പറേറ്റ്. ഇത് പറയുമ്പോ ആളുകൾ പറയും അവിടെ ഒരു അഹങ്കാരം. അതാണ് ഒതുങ്ങി ജീവിച്ചാ പോരെ. കമന്റ്സ് വന്ന് വേറൊരു പേജിൽ ഞാൻ കണ്ടു, വരുമാനത്തിനകത്ത് ചെലവാക്കി കൂടെയെന്ന്. ആ മനുഷ്യന് അങ്ങനെ വരുമാനം ഉണ്ടായിരുന്നു, ആ സമയത്ത് വീട് വെക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. അതെ, അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കാൻ എനിക്ക് എന്തിനാ, ഞാൻ ആ മനുഷ്യന്റെ ചോര എഴുതുന്നുണ്ട്, ആ മനുഷ്യന്റെ ആഗ്രഹമുണ്ട് ഒരു ദിവസം ഇങ്ങനെ താമസിക്കണമെന്ന്. എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞ വീട് പൂശി, ഒരു അടുക്കള, ഒരു ബെഡ്റൂം, ബാത്റൂം. എനിക്ക് 5 ബെഡ്റൂം ഒന്നും വേണ്ട. ഒരു ദിവസം വാടക കൊടുക്കാതെ EMI കിടപ്പുണ്ട്, അതിന് നാളെ ബാങ്കുകാർ എപ്പോ കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ സംസാരത്തിലും രോണു സഹായിച്ചവരെയും പറയുന്നുണ്ട്, ചതിച്ചവരെയും പറയുന്നുണ്ട് കേട്ടോ. സഹായിച്ചവരെ മറന്നിട്ടില്ല. സഹായിച്ചവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതായത് ചേട്ടൻ ഉള്ള സമയത്ത് എനിക്ക് അങ്ങനെ വലിയ സഹായമൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ ചേട്ടന്റെ ഫീൽഡ് എല്ലാവരോടും സംസാരിക്കും എന്നുള്ളൂ. ചേട്ടന്റെ മരണശേഷം എന്നെ സഹായിച്ചത് ഫസ്റ്റ് ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ മുഖേനയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടക്കാൻ, എനിക്ക് പലരിടത്ത് സംസാരിക്കാൻ ഇടവരുത്തി തന്നതും എന്റെ കുഞ്ഞുങ്ങളുടെ സഹായത്തിനുള്ള ഹെൽപ്പ് ജയൻ ചേട്ടൻ തന്നെയാണ്. ജയൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രട്ടേണിറ്റിയുടെ ചേട്ടൻ മരിച്ച ശേഷം കിട്ടാനുള്ള സഹായത്തിന് വേണ്ടി ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ജീജ ചേച്ചി വിളിക്കൂ, ജീജ സുരേന്ദ്ര ചേച്ചി എല്ലാ ഹെൽപ്പും ചെയ്തു തരികയും ചെയ്തു. വാടക എനിക്ക് റെഡിയാക്കി തന്നു, എല്ലാം നേരത്തെ ആക്കി തന്നു. പിന്നെ ഈ പോസ്റ്റ് ഇട്ടപ്പോ ആ ചേച്ചിക്ക് ഒരു ചെറിയൊരു പിണക്കം വന്നു. അതായത് അത് കണ്ടു, തീർത്തു. ഞാൻ മെസ്സേജ് വായിച്ചു, കാരണം ഞാൻ ആ പോസ്റ്റ് ഇട്ടത്, ഞാൻ അതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടപ്പം ചേട്ടന്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ കല്യാണം നടത്തുന്ന സുഹൃത്ത്, ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ടാണ് ചേട്ടൻ എന്റെ ഒന്നുമില്ല, ഷെജിയേട്ടന്റെ മക്കളല്ലേ, പുള്ളിക്ക് ഷെജിയേട്ടനാണ്, ഷെജിയേട്ടന്റെ മക്കളല്ലേ, ഒന്ന് വിളിച്ചാൽ തിരക്കിക്കൂടെ. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു, ഷെജിയേട്ടന്റെ മക്കള് വേണമെങ്കിൽ എന്റെ അടുത്തോട്ട് വരട്ടെ, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ എന്റെ മക്കള് തെണ്ടി തിന്നേണ്ട ആവശ്യമില്ല. ആ പോസ്റ്റിന് താഴെ ഞാൻ അതായിട്ടത്, എന്റെ മക്കളെ ഞാൻ തെണ്ടിയാലും, ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പോസ്റ്റില്, ഞാൻ തെണ്ടിയാലും എന്റെ മക്കളെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ ഞാൻ വിടത്തില്ല. അപ്പം അവിടെ നെഗറ്റീവ് വന്നു, ചിന്തിച്ചത് സഹായിച്ചവരെയൊക്കെ ഞാൻ മറന്നുപോയെന്നാ. അതാണ് ചേച്ചി 1-2 പേർക്ക് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ബാഗ് സ്പോൺസർ ചെയ്ത ഒരു സാറുണ്ട്, FB-ല് ഒരു പോലീസുകാരനാണ്. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു എന്തായാലും നമ്മൾ. അപ്പൊ ഞാൻ സോറി, ഞാൻ നിങ്ങളെ ഒന്നുമല്ല, എനിക്ക് നിങ്ങൾ സഹായിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എന്നെ സഹായിച്ചല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയാ സഹായിച്ചത്. അതിൽ ഇന്ന് ഞാൻ സോറി ചോദിക്കുകയാണ്. സത്യത്തിൽ ഇതാണ്. വേറൊരു കമന്റ് വന്നു, അണ്ണന്റെ മക്കള് വേണമെങ്കിൽ എന്റെ അടുത്തോട്ട് വരട്ടെ, അവർക്ക് വേണ്ടുന്ന ഞാൻ കൊടുത്തോളാന്ന്. അവർക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ചേച്ചി. ഞാൻ തെണ്ടിയാലും എന്റെ മക്കളെ, ആദിത്യന്റെ ഷെജിയുടെ മക്കളെ ഞാൻ കൈ നീട്ടാൻ അനുവദിക്കത്തില്ല. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ നോക്കും. അതാണ് ഉദ്ദേശിച്ചത്, അതാണ് സത്യം. മരണസമയത്ത് ഒരുപാട് ആൾക്കാർ ഒന്ന് കരച്ചിലായിരുന്നല്ലോ. കരയും, എല്ലാവരും കരയും. മരിക്കുന്നതിന് ഡെഡ് ബോഡി കിടക്കും ഹോസ്പിറ്റലിൽ എന്നിട്ട് TS അജി വന്ന് പറഞ്ഞല്ലോ, എന്നെ കുറ്റം പറഞ്ഞെന്ന് കേട്ടവര് പറഞ്ഞു. ഇവർക്കൊക്കെ എന്തിനെ കുറ്റം പറയാൻ, ഇവരെല്ലാം കണ്ടോ? കുറച്ച് കാര്യങ്ങൾ ആ ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് എല്ലാ പ്രതികരണവും. ആരും ഇന്നേ വരെ എന്താന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. കാരണം എല്ലാ ആൾക്കാരുടെ അടുത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തുറന്ന് ചോദിക്കുക, അല്ലാതെ ഒരു സൈഡ് കേട്ടിട്ട് ഒരാളെ ഒരിക്കലും വില ഇരുത്തരുത്. അപ്പൊ ഞാനിത് പറയുന്നിട്ടുണ്ട്, ഇനിയിപ്പോ വേറെ നിങ്ങൾക്ക് പറയാം എന്തെങ്കിലുമൊക്കെ, എനിക്കൊരു പ്രശ്നമില്ല, ഒരു അഹങ്കാരമല്ല. കാരണം ഞാനിപ്പോ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഈ മാനസിക സംഘർഷം എനിക്ക് മാത്രം, എന്നെ പോലുള്ള ചില ഭാര്യമാർക്കും അമ്മമാർക്കും ആയിരിക്കും. ഒരുപക്ഷെ ഞാൻ സംവിധായകന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ എനിക്ക് നിസ്സാരമായി. കാരണം ലൈഫാണ്, ഇത് അനുഭവിച്ചേ പറ്റൂ. അത്രമേൽ അനുഭവിച്ചിട്ടുമുണ്ട്.
അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുകയല്ലേ, ജീവിക്കാൻ സമ്മതിക്കില്ല. എന്റെ തൊഴിലിനെ തന്നെ ഈ കൂടെ നിന്നവരാണ് മുടക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ലാതെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ വീടിന്റെ EMI അടച്ച്, ബജാജിന്റെ ലോൺ അടച്ചു. അതായത് രോണു പറയുന്നത് ഇന്നും ഇവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ല, വീട് വെക്കാൻ വന്നവരെ പോലും ഇവര് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട് വെച്ച് തരാന്ന് പറഞ്ഞത് പോലും ഇപ്പൊ എന്നോട് ഈ മിണ്ടിക്കൊണ്ടിരുന്ന ചേച്ചി എന്നോട് മിണ്ടായതായതുപോലെ എനിക്ക് തോന്നുന്നു. എന്നിട്ട് പറയുന്നത് എനിക്ക് ചെലവിന് തരുന്ന ഇവരാണെന്ന്. ഈ പറഞ്ഞ ചേട്ടന്റെ കൂടെ ഉള്ള വ്യക്തി. ഇതെനിക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധവുമില്ല ആരുമായിട്ടും. അതെന്താ? ആദ്യത്തെ പോയില്ലേ, ഒന്നെനിക്കിപ്പോ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ചേട്ടൻ ഒരു മുസ്ലിം ആയിരുന്നു. ഞങ്ങൾ സംസാരിക്കാൻ ഹിന്ദുവായിട്ടും ചേട്ടൻ അമ്പലത്തിൽ പോകുന്ന വിശ്വാസിയായിരുന്നു. ചേട്ടൻ ആകപ്പാടെ എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ അറിയുന്നത് ചേട്ടൻ അത്തയുടെ അമ്മയുടെ മരണത്തിന് പാത്രപ്പള്ളി പോയിക്കുന്നത്. അപ്പൊ ഒരു സമയത്ത് ഞാൻ സംസാരിച്ച ചേട്ടന് മരണം വരുമ്പോ ചേട്ടന്റെ ആചാരപ്രകാരമാണ് എന്റെ ആഗ്രഹപ്രകാരം, അത് ഹിന്ദു ആചാരപ്രകാരമാണെന്ന് ചോദിച്ചു. അതാ നീ ഇപ്പൊ അങ്ങനെ വെച്ചേ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഭാവിയിൽ വയസ്സാങ്കാലത്ത് ഒരു വഴക്ക് വേണ്ട. കാരണം ചേട്ടന്റെ അച്ഛനും അമ്മയുടെ മരണ സമയത്ത് എനിക്ക് തലയിൽ തട്ടമിട്ട് പൊട്ടൂരി ഞാൻ നിന്നിട്ടുണ്ട്. ചേട്ടൻ മതം മാറാൻ പറഞ്ഞിട്ടില്ല, അവിടെ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറയും, എനിക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം നീ അതിനകത്ത് പറയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, നീ ഹിന്ദുവായിട്ട് ജനിച്ചോ, അങ്ങനെ തന്നെ. ചേട്ടൻ്റെ അടുത്ത് വന്നത് നിങ്ങൾ ആചാരപ്രകാരം നടത്തിയാൽ മതി. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ അനിയൻ പറഞ്ഞു, ഇവിടെ തന്നെ അടക്കണം പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു പറ്റൂല. പിന്നെ രഞ്ജിത്തേട്ടൻ വന്ന് ചോദിച്ചു, ഓണു എന്താ ചെയ്യേണ്ട? ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണം, നാട് കൊല്ലമാണ്, വേറെ ബന്ധുക്കളൊന്നുമില്ല, എൻ്റെ ബന്ധുക്കളാണ് കൂടുതലുള്ളത്. അങ്ങനെ കൊണ്ടുവന്ന് ചേട്ടനെ നമ്മൾ ആചാരപ്രകാരം ദഹിപ്പിച്ചു. അത് ആർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ ഭാര്യ ഭർത്താവ് സംസാരിച്ചതിന്റെ കാര്യങ്ങൾ അത് നമുക്കേ അറിയൂ. അതിനി അവരോട് പറഞ്ഞ കള്ളം പറഞ്ഞെന്ന് പറയും. മറ്റൊരു ലേഡി ഇപ്പൊ കിടന്ന ആ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തൊക്കെ പേരിലാണ് രോണുവിന് ശത്രുതയുള്ളത്? നീ ഒരു കള്ളിയാണ്, ഭർത്താവിനെ നോക്കാത്തവളാണ്, ഭർത്താവിനെ ടോർച്ചർ ചെയ്തു, ഭർത്താവിനെ തല്ലി, മദ്യപാനി, ഭ്രാന്തി, സംശയരോഗി. ഒരു ഭാര്യയ്ക്ക് ഇതിലേക്കുള്ള എന്തോ വേണ്ടേ? ഇത്ര അംഗീകാരം കിട്ടി. ഇതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഭ്രാന്തിയല്ല ഞാൻ ആക്കിയതാ. എന്താ ഞാൻ മെന്റൽ പേഷ്യന്റ് എന്നല്ല. ഇവര് ഡോക്ടറിന് പൈസ കൊടുത്തിട്ട് എന്നെ അവിടെ വെളിയിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിനക്ക് വട്ടാടി, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന. ശരി, ഇങ്ങനെ വട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദേഷ്യം വരും. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. കൂടെ വന്ന വ്യക്തി ഒരു 10 മിനിറ്റ് ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഈ ചില ആളുകൾ വിചാരിച്ച് നമ്മളെ വട്ടറാക്കാൻ പറ്റും അല്ലേ? നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് നോർമലി ഉള്ള മനുഷ്യന് വട്ട് വരും. ആ സിറ്റുവേഷൻ മാത്രം. വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ പോയി ചൊറിഞ്ഞ ദേഷ്യം വരില്ലേ? ആ ഒരു ദേഷ്യം വന്ന് അതൊരു വലിയ വിഷയത്തിലേക്കാകുമ്പോ എന്റെ വായിൽ നിന്നൊന്നും പുറത്തു പോകരുത്. ഈ വഴക്കിന്റെ വിഷയങ്ങൾ ഞാൻ പുറത്തു പോകാതിരിക്കണമെങ്കിൽ എന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒതുക്കിയേ പറ്റൂ.